അപ്പോൾ മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ ഈ കാണുന്ന റൂഫ് ഉണ്ടല്ലോ, ഈ റൂഫിൽ റെയിൻ വാട്ടർ നമുക്ക് ഇറക്കണം. അതുപോലെ ഇവർ പാത്തിയിൽ ഇങ്ങനെ ഓരോരുത്തർ റെയിൻ കട്ടർ ഇട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇറക്കാനുണ്ട്. ഇപ്പോൾ 2.5 ഇഞ്ചാണ് ഇതിൻ്റെ ഔട്ട് വന്നിട്ടുള്ളത്. അതുപോലെ ആ സൈഡുണ്ട്. ഇത് നമ്മൾ തന്നെ വർക്ക് ചെയ്തൊരു സൈറ്റാണ്. അവരിപ്പോഴാണ് ഇവിടുത്തെ സാറ് ഇതുപോലെ ഈ റൂഫെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു റെയിൻ വാട്ടർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ തട്ടിലെ റെയിൻ വാട്ടറിൻ്റെ പൈപ്പാണെങ്കിൽ നമ്മൾ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നേരെ ത്രൂ ആയിട്ട് താഴെ പോയിട്ടുണ്ട്. ഇനി ആ കാണുന്ന റെയിൻ വാട്ടറും ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നമുക്ക് ഇവിടെ ഇറക്കാനുണ്ട്. അതുപോലെ ആ സൈഡിലുള്ളത് അവിടെ ഇറക്കാനുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു വർക്ക്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഇവിടെയും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ സെൻറ്ററിലൊരു സ്ലോപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെയിൻ വാട്ടറിൻ്റെതും അവിടുത്തെ സ്ലോപ്പും കൂടെ തമ്മിൽ ലിങ്ക് ചെയ്ത് നമ്മൾ ഒറ്റ പൈപ്പായിട്ടാണ് ഇവിടെ കൂടെ ഇറക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അതെ, നമ്മളങ്ങനെ റെയിൻ വാട്ടറിൻ്റെ പൈപ്പ് ലൈൻ ചെയ്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്തൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിവിടെ ഈ ഫിറ്റിങ്സ് റെയിൻ കട്ടർ വരുമ്പോൾ നമുക്ക് പുറം സൈഡ് വരുമ്പോൾ 3 ഇഞ്ചാണ്, അകത്ത് വരുമ്പോഴാണ് 2.5 ഇഞ്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ പുറത്താണ് ഫിറ്റിങ്സ് ചെയ്തിട്ടുള്ളത്. ഈ കാണുമ്പോൾ 245 ഇട്ട് ഇത് കണക്ട് ചെയ്ത് അതുപോലെ അവിടെ ഒരു ഒയ് ഫിറ്റിങ്സ് ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് വരുന്ന റെയിൻ വാട്ടറാണ് ഈ സൈഡിൽ കൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ഇവിടെ കൂടെ ഒരു ഒയ് ഒരു 45 ഇട്ട് 2 ഷോർട്ട് പെൻറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. കാമ്പെല്ലാം നമ്മൾ ഡ്രില്ല് വെച്ച് സ്പൂൺ ഫിഷറുമാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ സൈഡിലുള്ളത് കാണിച്ചു തരാം. ഈ സൈഡുള്ള റെയിൻ വാട്ടറും ഇതും ആ റെയിൻ വാട്ടറും കൂടെ ഇവിടെയാണ് നമ്മൾ ഒയ് ഫിറ്റിങ്സ് ഇട്ടിട്ടുള്ളത്. ഒരുമിച്ച് അവിടെ ലിങ്ക് ആക്കിയിട്ടുണ്ട്. ഇനി മറു സൈഡുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഈ സൈഡുള്ളത് ഇവിടെ നമ്മൾ ഒയ് ഫിറ്റിങ്സ് ഇട്ടിട്ട് ഇവിടുത്തെ റെയിൻ വാട്ടറിൻ്റെ പൈപ്പിലാണ് ഇത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ഫ്രണ്ട് സൈഡുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ മച്ചന്മാരെ ഇത് വരുമ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് സൈഡാണിത്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് ഇട്ടിട്ടുള്ളത് സെൻട്രലായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഫ്രണ്ട് സൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 ഷോർട്ട് ബെൻഡാണ് ഇട്ടിട്ടുള്ളത്. മാക്സിമം ഹൈറ്റിലാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. 45 ആണെങ്കിൽ താഴെ നോക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. ഇതിപ്പോൾ 2 ബെൻഡാകുമ്പോൾ പെട്ടെന്ന് താഴെ നോക്കുമ്പോൾ വലിയ വൃത്തിയില്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ ഒരു ബെൻഡ് ഇട്ടിട്ട് ഈ 10 രൂപ കൂടെ നമ്മൾ ക്ലാമ്പ് ചെയ്തിട്ട് നേരെ ഇവിടെ റെയിൻ വാട്ടർ ഉണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി ആ സൈഡ് ഒരെണ്ണമുണ്ട്. അതുപോലെ ഈ കാണുന്നതെന്ന് വെച്ചാൽ ഇതിപ്പം ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. ആ ഓപ്പൺ ടെറസിൽ ഇതുപോലെ ഒരു ഫ്രണ്ട് ബാൽക്കണിയിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇതിൻ്റെ സെൻറ്ററിലാണ് വന്നിട്ടുള്ളത് സ്ലോപ്പും. അപ്പോൾ ഈ ഷീറ്റിൻ്റെ പുറത്താണ് നമ്മൾ ഇവിടെ ഇറക്കിയിട്ടുള്ളത്. അത് നോക്കുക, അവിടെ ആ കാണും പോലെ ഈ ഷീറ്റിൻ്റെ ഓവാണെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ട്. ആ പാത്തിലുള്ള വെള്ളവും നമ്മളവിടെ മതിലിൽ കൂടെ ക്ലാമ്പ് ചെയ്താണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചതെന്ന് വെച്ചാൽ ഇതുപോലെ റൂഫിലുള്ള റെയിൻ വാട്ടർ ഇറക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ 3 ഇഞ്ചിൻ്റെ റെയിൻ കട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ 3 ഇഞ്ചിൻ്റെ ഔട്ടാണ് പൈപ്പ് ലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനൽ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.